മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാക്രമണം 4 പോലീസുകാർക്ക് പരിക്ക്. പോലീസ് ജീപ്പ് തല്ലി തകർത്തു. ആക്രമണം നടത്തിയത് കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തൃശൂർ MG റോഡിൽ യുവാവ് അപകടത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ ശവമഞ്ചവുമായി കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. തൊയ്ക്കാവ് തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ ആറയ്ക്കൽ MUM LP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 3 പോലീസ് ജീപ്പ് തല്ലി തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ASI ജയൻ, സീനിയർ CPO അജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മൈലോപ്പള്ളി നഗറിൽ അൽത്താഫ്, അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷമായി സംഘടിപ്പിച്ച ലഹരി പാർട്ടിക്കിടെയാണ് ആക്രമണം. ആഘോഷം അതിരുവിട്ടതോടെ ലഹരി പാർട്ടി നടന്നിടത്തേക്ക് പോലീസ് എത്തുകയായിരുന്നു. പോലീസ് സംഘത്തെ കണ്ടതോടെ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ സംഘം പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. 3 പോലീസ് ജീപ്പ് സംഘം തകർത്തു. ഇരുമ്പ് കമ്പി കൊണ്ടാണ് ജീപ്പുകൾ തല്ലി തകർത്തത്. പോലീസ് സംഘത്തിന് നേരെ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ആക്രമണം രൂക്ഷമായതോടെ തൃശൂർ PC വിയൂർ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ഗുണ്ടാ സംഘത്തെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത്. ഒല്ലൂക്കര സ്വദേശി മുഹമ്മദ് അൽത്താഫ്, അൽ അഹസ്തിൽ, നെല്ലിക്കുന്ന് സ്വദേശികളായ എവിൻ ആന്റണി, ആഷ്മീർ ആന്റണി, മൂർക്കനിക്കര സ്വദേശി ബ്രഹ്മജിത്ത്, ചെമ്പുകാവ് സ്വദേശി ഷാർബൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എളവള്ളി മമ്മായി സെന്ററിലെ ഹോട്ടലിന് നേരെ ആക്രമണം. മുള്ളത്ത് മനോജിന്റെ ഹോട്ടലിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിലെ ഗ്യാസ് സ്റ്റവും പൊറോട്ടയടിക്കുന്ന മേശയും ഫർണിച്ചറുകളും ബോർഡുകളും നശിപ്പിച്ചതായാണ് പരാതി. ഹോട്ടൽ ഉടമ പാവറട്ടി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 20,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഹോട്ടൽ ഉടമ പറഞ്ഞു. സമീപത്തെ 3 കടകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തൃശൂർ MG റോഡിൽ അപകടത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ ദുഃഖസൂചകമായി കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി ശവപ്പെട്ടിയുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കറുത്ത വസ്ത്രമണിഞ്ഞായിരുന്നു കൌൺസിലർമാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ, പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. ഹൈക്കോടതി പോലും കരിദിനമായി ആചരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല, മറിച്ച് കേസെടുക്കുക. തൃശൂർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട രാജവീഥികൾ മുഴുവൻ റോഡിലെ കുഴികളും കുണ്ടുമാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ സ്കൂട്ടർ അപകടത്തിൽ മരിക്കുകയുണ്ടായി, കട്ടറിൽ വീണ്. ഈ വർഷം വീണ്ടും ഒരു ചെറുപ്പക്കാരൻ, 32 വയസ്സുള്ള ചെറുപ്പക്കാരാണ് മരിച്ചത്. മേയർ പറയുന്നു അത് കുഴിയിൽ വീണിട്ടല്ല, ബസ് കയറി മരിച്ചാണെന്നാണ് മേയറുടെ വ്യാഖ്യാനം. ഇത്തരത്തിലുള്ള ഒരു മേയറാണ് തൃശൂർ കോർപ്പറേഷനുള്ളത്. ഇവിടെ കെടുകാര്യസ്ഥതയുടെ പര്യായം എന്ന് പറയാനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണിത്. മേയറുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, സെക്രട്ടറി പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, കോർപ്പറേഷൻ എഞ്ചിനീയറുടെ പേരുടെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യം. മാത്രമല്ല, ഈ ചെറുപ്പക്കാരന്റെ വീടിന് 1 കോടി രൂപ സാമ്പത്തിക നഷ്ടം കൊടുക്കണം തൃശൂർ കോർപ്പറേഷൻ. അമ്മയുടെ ചികിത്സാ കോർപ്പറേഷൻ നടത്തണം. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാരെ കൗൺസിലിന് അകത്തും പുറത്തും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. തൃശൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. എൻഫോഴ്സ്മെന്റ് RTO KB സിന്ധുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പരിശോധന നടത്തിയത്. 3 സോണുകളായി തിരിച്ചാണ് റോഡുകളിലെ കുഴികളുടെ എണ്ണമെടുത്തത്. തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ സോണുകളായി നടത്തിയ പരിശോധനയിൽ 76 കുഴികളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം MG റോഡിൽ യുവാവ് അപകടത്തിൽ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് നടപടി.
കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം പോകാൻ ബന്ധുവിനും 2 സുഹൃത്തുക്കൾക്കും യാത്രാ സൌകര്യമൊരുക്കിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എംബാം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധു ബൈത്തുൽ ഇസ്ലാമിന് കൈമാറി. സബ് കളക്ടർ അതുൽ വി മേനോനാണ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത്. കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. അതേസമയം തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ മെല്ലെ പോക്ക് തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും. അതേസമയം തൃശൂർ നഗരത്തിലെ 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണമെന്ന് കോർപ്പറേഷന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ നടപടികൾ വൈകുകയാണ്. കോവിഡ് കാലത്ത് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ബഹുനില മന്ദിരം തകർന്നതോടെയാണ് പഴയ കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി തുടങ്ങിയത്. സുരക്ഷിതമല്ലാത്ത 271 കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചു നീക്കാനും കൌൺസിൽ തീരുമാനമെടുത്തു. എന്നാൽ ശക്തമായ സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടി കോൾഡ് സ്റ്റോറേജിലായി. ഇതിനിടെ 3 കെട്ടിടങ്ങൾ തകർന്നു വീണു. ഹൈറോഡിലെ കെട്ടിടമാണ് ആദ്യം വീണത്. പിന്നീട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര MO റോഡിലേക്ക് പതിച്ചു. MG റോഡിന് സമീപവും കെട്ടിടം തകർന്നു വീണു. ഇവയെല്ലാം പൊളിച്ചു നീക്കണമെന്ന് ദുരന്ത നിവാരണ വിഭാഗവും കളക്ടറും നിർദ്ദേശിച്ചതാണ്. കോർപ്പറേഷൻ കൌൺസിലിന്റെ കാലാവധി കഴിയാനിരിക്കെ കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കാൻ ഉടമകൾ സകല തന്ത്രവും പയറ്റുകയാണ്. TCV തൃശൂർ. മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തൊയ്ക്കാവ് അടാട്ടുകുളങ്ങര അമ്പലത്തിന് കിഴക്കുവശം താമസിക്കുന്ന എടക്കാട് ശാന്തിയുടെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തെങ്ങ് വീണത്. ആർക്കും പരിക്കില്ല. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മൊത്തം ജലസംഭരണ ശേഷിയുടെ 58% ജലം അണക്കെട്ടിലുണ്ട്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 70.20 മീറ്ററായിരുന്നു ജലനിരപ്പ്. ഒരാഴ്ചയ്ക്കിടയിൽ 2.5 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUM LP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കടവലൂർ പഞ്ചായത്തിലെ ആദ്യ സ്കൂളായ AMUM LP സ്കൂളിൽ നിലവിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പഠിക്കുന്നില്ല. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ ഈ വർഷം TC വാങ്ങിപ്പോയി. അധ്യാപക ബാങ്കിൽ നിന്നും നിയമിച്ച ഒരു അധ്യാപിക ദിവസവും സ്കൂളിലെത്തുന്നുണ്ട്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ഈ വർഷം നിഷേധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുകയാണ് ആദ്യ നടപടി. സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഉടമ പണികൾ നടത്താതിരുന്നത്. അധികൃതരുടെ ഇടപെടൽ മൂലം പ്രവൃത്തികൾ നടത്താൻ ഉടമ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നവീകരണം നടത്തി പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷ. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, AEO A മൊയ്തീൻ, ചൊവ്വന്നൂർ BRC അധികൃതർ, ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജർ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. സ്കൂളുകളിൽ നടക്കുന്നത് ലഘു വ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് 15-ാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു. അമിത ഭാരം മൂലമാണ് ലോറി താഴ്ന്നത്. ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നതാണെന്നും പോലീസിലും ജില്ലാ പഞ്ചായത്തിലും പരാതി നൽകിയതായും പഞ്ചായത്ത് മെമ്പർ മേരി പോൾസൺ പറഞ്ഞു. ലോറി താഴ്ന്നതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം KLDC ബണ്ടിന്റെ കരിങ്കൽ കെട്ട് തകർന്ന നിലയിലാണ്. സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴി കൂടിയാണ് ഇവിടം.
ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരെ പൊന്നാടി അണിയിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന CF ജോർജിന്റെ സ്മരണാർത്ഥം വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ 4ാമത് അവാർഡ് ഒറ്റയാൾ സമര നായകൻ KR ജോർജിന് സമ്മാനിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാലുവായിലെ വീട്ടിലെത്തി സാഹിത്യകാരൻ P. സുരേന്ദ്രൻ അവാർഡ് സമ്മാനിക്കും. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താസമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M. നളിൻ ബാബു, പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസ്, KS രാമൻ, കൺവീനർ റിജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ അശ്വനി ആശുപത്രിയുടെ ഓർത്തോ വിഭാഗമായ അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാനതല 7th ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ സ്പോർട്ടേക്കർ ടർഫിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ ടൂർണമെന്റ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അശ്വനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ IN. രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി, കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് കോച്ച് TG പുരുഷോത്തമൻ, അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ മേധാവി ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ജോൺസൺ അന്തിക്കാട്, അശ്വനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, ഡോക്ടർ രാജീവ് റാവു, ബിന്ദു പ്രദീപ് ചന്ദ്രൻ, അശ്വനി ജനറൽ മാനേജർ PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത കഴിവുകളുള്ള സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തികച്ചും അനൗചിത്യമാണെന്ന് നിരക്കുള്ള ഷെഡ്യൂളിൽ അത് മന്ത്രി പ്രൊഫസർ R. ബിന്ദുവിനെ സെമി ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്ത് തങ്ങളുടെ ആവുന്നാഴിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത സ്ഥാപനങ്ങൾ മൂലം യഥാർത്ഥ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അധികാരികളെ ബോധ്യപ്പെടുത്താനും സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 8-ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ വാഹന പ്രചരണ ജാഥ നടത്തും. ജൂലൈ 1-ന് രാവിലെ 9-ന് വടക്കാഞ്ചേരി മേഖലയുടെ ജാഥയ്ക്ക് പഴയന്നൂർ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ TV ചന്ദ്രബോസ്, അബ്ദുൽ അസീസ്, ഗഫൂർ ആറ്റൂർ, PN ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KA തപതി, ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, കൃഷി ഓഫീസർ ലക്ഷ്മി K. മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാൾ ജൂലൈ 3-ന് ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ന് കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ 3-ന് ആഘോഷമായ റാസ, ദിവ്യബലി, തിരുശേഷിപ്പ് വണക്കം, നേർച്ചയൂട്ട് എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ആശിഷ് കീരിഞ്ചിറ, ജനറൽ കൺവീനർ ഷോജൻ D. വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു.
സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാക്രമണം, 4 പോലീസുകാർക്ക് പരിക്ക്. പോലീസ് ജീപ്പ് തല്ലി തകർത്തു. ആക്രമണം നടത്തിയത് കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തൃശൂർ MG റോഡിൽ യുവാവ് അപകടത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ ശവമഞ്ചുവുമായി കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച 3 അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. തോയ്ക്കാവ് തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUM LP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.